ഹലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ഒടിക്കാൻ പോണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മോർഫി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് കേൾക്കണത്. അതവിടെ മേക്കപ്പ് ഒടിപ്പിക്കുന്ന മാമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ ഷാഡോ പാലറ്റ്സും പ്രോഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്, മാം പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുമെന്ന്. റീസെൻ്റ്ലി നൈക്കിൽ ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു മോർഫിയുടെ പ്രോഡക്ട്സ്. എല്ലാം ഒന്നുമില്ല, കുറച്ച് മാത്രം. അതിൽ 2 എണ്ണം ഞാൻ വാങ്ങിച്ചു. ആദ്യം ഞാൻ വാങ്ങിച്ച ലിക്വിഡ് ബ്ലഷാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്രീം ബ്ലഷ് കൂടെ വാങ്ങിച്ചു. ആൻഡ് ഇതൊരു ഹിപ്നോട്ടൈസ്ഡ് ബ്ലഷ് എന്നാണ് പറയണത്. കാരണം അങ്ങനത്തെ ഒരു ഇമോജി പോലത്തെ സംഭവമാണ് പോയേക്കണത്. ആൻഡ് ഗൈസ്, ഇതാണ് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ ലെവൽ വരുന്നത്. അതിൻ്റെ ഗ്ലോയും നല്ല ഗ്ലോ ആണ്. ഇനി നമുക്ക് ലിക്വിഡ് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അതും ഞാൻ അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ചില ബ്ലഷ് ഇടുന്ന സമയത്ത് നമ്മൾ അതിനടിയിൽ ഇട്ടേക്കുന്ന ഫൗണ്ടേഷനും കൺസീലറുടെ തൂത്തെടുത്തുകൊണ്ട് പോകും. ഇതിനങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആൻഡ് നിങ്ങൾക്കിതിൽ ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ അണ്ടർ ടോണിന് പിങ്ക് കുറച്ചുകൂടെ നല്ലതായതുകൊണ്ട് ഞാനൊരു പിങ്ക് എടുത്തൊന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് റീസെൻ്റായിട്ട് വീഡിയോസൊക്കെ പറയാം, ഞാൻ കുറച്ച് സട്ടിലായിട്ടുള്ളതാണ് ചെയ്യണം. കാരണം എനിക്ക് പിങ്ക് നന്നായിട്ട് ചേരുമെന്നാണ് കളർ അനാലിസിസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് ഭയങ്കര ഗ്ലോ ആണ്, ക്രീമിന് അടിപൊളി ഗ്ലോ ആണ്. മറ്റേതിന് നല്ല ഗ്ലോ ആണ് ആൻഡ് സട്ടിലാണ്. സോ ഈ ക്രീം ഇട്ടിട്ട് ലാസ്റ്റ് ചെയ്യൂല എന്ന് തോന്നുന്നുണ്ടെന്നെങ്കിൽ ഒരു പൗഡർ ബ്ലഷ് കൂടെ അതിൻ്റെ മണ്ട ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ക്രീം ഇട്ടാൽ ഞാൻ ലാസ്റ്റ് ചെയ്യും, കാരണം എൻ്റെ മേക്കപ്പ് അങ്ങനെ പെട്ടെന്ന് പോണ ഒരു ഇതല്ല. സോ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ അത് വാങ്ങിച്ചോ. 2 സൂപ്പ്.